പ്രിയപ്പെട്ട സഹോദരൻ ദീപകിൻ്റെ മരണം ഇന്ന് നമ്മളെയൊക്കെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. അയാൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, അയാളെ സോഷ്യൽ മീഡിയയിലിട്ട് ഇങ്ങനെ എക്സിബിറ്റ് ചെയ്തത് അതൊരു വലിയ തെറ്റാണ്, ഒരു വലിയ തെറ്റാണ്. ഒരുപക്ഷെ ആ പെൺകുട്ടിയുടെ മേൽ അദ്ദേഹത്തിൻ്റെ കൈകൾ പതിഞ്ഞൊരു നിമിഷം അവൻ്റെ മുഖത്തിട്ട് അവളൊന്ന് കൊടുത്തിരുന്നെങ്കിൽ അവൾ ഹീറോയിനായനെ. പക്ഷെ കൊടുത്തിരിക്കാതെ അതിന് നിന്ന് കൊടുത്തു. ഒരൊറ്റൊന്നേ ഉള്ളൂ, വീഡിയോ അങ്ങനെ ഇടുക, അതെടുത്തിട്ട് യൂട്യൂബിലൂടെ കാണിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ കാണിക്കുക, വൈറലാവുക. ഈ വൈറലാവൽ സിൻഡ്രോം എന്ന് പറയുന്നൊരു വല്ലാത്തൊരു അവസ്ഥ ഇന്ന് നമ്മുടെ നാട്ടിൽ അലട്ടുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറേ മാറി നിന്നത് പോലും ഇത്തരമൊരു അവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. പബ്ലിക് വ്ളോഗുകൾ ഒരുപാട് നിർത്തിലാക്കിയതും ഇതുകൊണ്ടാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് സാജിദ് മാഷ് എപ്പോഴും പറയാറുണ്ട്, നീ പബ്ലിക്കായിട്ട് വ്ളോഗ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, അവിടെ ഏതെങ്കിലും സഹോദരിമാരോ മറ്റോ എന്തെങ്കിലും കാര്യങ്ങൾ പെട്ട് കഴിഞ്ഞാൽ അത് മോശമാണ്. തീർച്ചയായിട്ടും ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. അവസാനം ഇത്ര പബ്ലിക് വ്ളോഗുകൾ എടുക്കൽ കുറേ കുറയ്ക്കുകയും ചെയ്തു. പലപ്പോഴും ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളൊരു പ്രശ്നമാണ് നമ്മുടെ ജീവിതത്തിലെ പേഴ്സണൽ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എക്സിബിറ്റ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് എത്തി നോക്കാനുള്ള ഒരു ത്വര നമ്മുടെ നാട്ടുകളിലൊക്കെ ഉണ്ട്. ആ എത്തി നോക്കലിനെ റീച്ചാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ആ സഹോദരിയൊക്കെ ഇതുപോലുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നത്. വോയറിസം എന്നാണ് പറയുന്നതിന്, വോയറിസം. ഈ വോയറിസിൻ്റെ മറ്റൊരു രൂപം ഉണ്ടായിരുന്നു. പണ്ട് നമ്മൾ കല്യാണം കഴിഞ്ഞാലൊക്കെ ആ പുതിയ പെണ്ണിൻ്റെയും പണവാളിൻ്റെയും റൂമിലേക്ക് എത്തി നോക്കുന്നൊരു സംസ്കാരം ഉണ്ടായിരുന്നല്ലോ. ആ സംസ്കാരത്തിൻ്റെ നൂതനാവിഷ്കാരമാണത്. നമ്മൾ സോഷ്യൽ മീഡിയ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാനെന്താ സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറേ ദിവസം മാറി നിന്നത്. ഞാൻ അതുക്കും മേലെ മറ്റൊരു പ്രവൃത്തിയിലായിരുന്നു. കോഴ്സുകൾ തയ്യാറാക്കുന്ന ഗ്രിപ്പിലായിരുന്നു. 2 കോഴ്സ് ഓൾറെഡി പബ്ലിഷ് ചെയ്തു. 2 കോഴ്സ്, ഒന്ന് മലയാളത്തിലും ഒന്ന് ഇംഗ്ലീഷിലുമായിട്ട് 2 4 കോഴ്സുകൾ, 2 മലയാളത്തിലും 2 ഇംഗ്ലീഷും ഓൾറെഡി ഓൺ പ്രോസസ്സാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു 2 ആഴ്ച കൂടി ആകുമ്പോഴേക്ക് 6 കോഴ്സുകൾ ഒറ്റയടിക്ക് യുഡെമിയിൽ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് സാധ്യമാവുന്നുള്ളതാണ്. ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം മാറ്റേണ്ട സമയം വൈകിയിരിക്കുകയാണ്. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. മറ്റുള്ളവരുടെ വീട്ടിൽ എന്ത് നടക്കുന്നുണ്ട്, അവിടെ എന്ത് നടക്കുന്നു, ഇങ്ങനെ നയിക്കുന്നതെന്ന് ഏറ്റവും മൂല്യമില്ലാത്ത ഒരു ജീവിതമായിട്ട് നയിച്ചു പോകേണ്ടവരല്ല നമ്മൾ. ആ രാഷ്ട്രീയ പാർട്ടിക്കുള്ള പ്രശ്നം, ഇവിടെ പ്രശ്നം, ആ പ്രശ്നം, അതും നോക്കി നമ്മുടെ ജീവിതം കഴിഞ്ഞു പോകേണ്ടവരല്ല. നമുക്ക് സഹായത്തിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്. അതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ട് അറിവിനെ നവീകരിക്കാനും, നമ്മുടെ അറിവ് നവീകരിക്കാനും, നമ്മുടെ അറിവ് ഷെയർ ചെയ്യാനും വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ മാറ്റണം. ഇനിയെങ്കിലും നമ്മളൊക്കെ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കാണിച്ചു കൊടുക്കാനല്ല നമ്മുടെ സോഷ്യൽ മീഡിയ. ഒരുപക്ഷെ ഒരുപാട് നൃത്തച്ചുവടുകളും മറ്റൊക്കെ കാണിച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയ സമയത്ത് ഒരുപക്ഷെ ഞാനും ഇത്തിരിയൊക്കെ അതുപോലെ അഡിക്റ്റഡ് ആയിരുന്നു എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പിന്നെ ആൾക്കാർ വിമർശിക്കുമ്പോൾ വാശിയായിരുന്നു അതുപോലെ കാണിക്കാൻ. അപ്പോൾ ആരും വിമർശിക്കാറൊന്നുമില്ല. അപ്പോൾ എനിക്കും മടുത്തു അങ്ങനത്തതൊക്കെ ചെയ്യാൻ. വെറും അക്കാഡമിക് ആയിട്ടുള്ളതും മെഡിക്കലായിട്ടുള്ളതും ഒരുപാട് ഉപകാരപ്പെടുന്നതുമായിട്ടുള്ളൊരു ലോകത്തിലൂടെയാണ് ഇപ്പം വിരഹിക്കുന്നത്. അതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട്, ആനന്ദം കണ്ടെത്തുന്നുണ്ട്. ഓരോ കോഴ്സും ഫുൾഫിൽ ചെയ്യുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്. ഒരു സബ്ജക്റ്റ് മുഴുവനും ക്യാപ്ചർ ചെയ്ത സന്തോഷമാണ്. ഇനിയെങ്കിലും നമ്മൾ ഇതൊക്കെ നിർത്തുക. മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മുടെ ജീവിതത്തെ എക്സിബിറ്റ് ചെയ്യാതിരിക്കുക. മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങൾ എത്തി നോക്കാതിരിക്കുക. റീച്ച് കിട്ടണം എന്ന് വിചാരിക്കാൻ നമുക്ക് നിങ്ങളുടെ അറിവുകൾ പങ്കുവെക്കൂ. നിങ്ങളുടെ വ്ളോഗുകൾ വഴി അറിവുകൾ പങ്കുവെക്കൂ. നിങ്ങളുടെ അറിവുകളെ നിങ്ങളുടെ AI ഉപയോഗിച്ചുകൊണ്ട് നവീകരിക്കൂ. അതിനനുസരിച്ചുള്ള പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യൂ. ഓക്കെ, ബൈ.